വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ഹുസൈൻ മടവൂർ നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ പദവി രാജിവെച്ചു. ഹുസൈൻ മടവൂർ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് സമർപ്പിക്കും. ഇടതു സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്നായിരുന്നു നവോത്ഥാന സമിതി ചെയർമാനായ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന. എല്ലാ സമുദായത്തിലെയും നവോത്ഥാന ചിന്തയുള്ള ആളുകൾ വന്നിട്ടുമുണ്ട്. ആ ഒരു അവസ്ഥയിൽ അതിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹം കൂടെയുള്ള ഒരു സമുദായത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് സങ്കടകരമാണ്. ആ സങ്കടം ബോധ്യപ്പെടുത്താനാണ് വൈസ് ചെയർമാൻ സ്ഥാനം ഞാൻ രാജിവെച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ, ഒരു വലിയ സമുദായത്തിൻ്റെ നേതാവാണ്. ആ നിലയിൽ അദ്ദേഹത്തെ മാറ്റണമെന്നല്ല, അദ്ദേഹം ഈ അഭിപ്രായത്തിൽ നിന്ന് മാറിയാൽ മതി. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന പിൻവലിച്ചാൽ മതി. അതാണ് കൂടുതൽ പ്രായോഗികമാവുക. സലാം മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. സലാം, എന്താണ് ഈ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് സലീം ഇദ്ദേഹം പറയുന്നത്? എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത്? ധന്യ, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നവോത്ഥാന സമിതി വൈസ് ചെയർമാനായിട്ടുള്ള KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഇപ്പോൾ രാജിവെക്കുമെന്ന ഒരു അറിയിപ്പുണ്ടായിട്ടുള്ളത്, ഇദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് മുസ്ലിം സമുദായം കൂടുതലായി നേടുന്നു, അതായത് അർഹമായതിലും കൂടുതലായി നേടുന്നു. കോഴിക്കോട് നിന്നോ മലപ്പുറത്തു നിന്നോ വണ്ടി കയറി തിരുവനന്തപുരത്ത് എത്തിയാൽ കാര്യം സാധിച്ച് തിരിച്ചു വരാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് എന്നതടക്കമുള്ള ചില പരാമർശങ്ങളുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധം അറിയിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല, അതുകൊണ്ടാണ് ഈ നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് എന്നാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് രാജിക്കത്ത് ഉടൻ തന്നെ കൈമാറും. സാധാരണ മുസ്ലിം സമുദായം ഈ കാര്യത്തിൽ അനർഹമായതൊന്നും നേടുന്നില്ല. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടടക്കം മലബാറിലെ കുട്ടികൾ വലിയ പ്രയാസം നേരിടുന്നു, വലിയ പ്രതിസന്ധി നേരിടുന്നു. ഇക്കാര്യങ്ങളിലൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല. ചെയ്യാം എന്ന് സർക്കാർ പറയുന്നതല്ലാതെ കണക്കുകളിലൊന്നും തന്നെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത്, അല്ലെങ്കിൽ ഈ പ്രസ്താവന ശരിയല്ല എന്ന് തന്നെയാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ പറയുന്നത്. ഇതിൽ തനിക്ക് പ്രതിഷേധിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് താൻ വഹിക്കുന്ന പദവി ഇപ്പോൾ കേരള നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനമാണ്. ഈ പദവി രാജിവെച്ചുകൊണ്ടുള്ള പ്രതിഷേധം അറിയിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഇന്ന് പറഞ്ഞത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെതിരെ കാര്യമായൊന്നും പറയുന്നില്ലെങ്കിൽ കൂടി തന്റെ പ്രതിഷേധം അറിയിക്കാൻ, അല്ലെങ്കിൽ ഇത്തരമൊരു പദവി വഹിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഈ പരാമർശം ഉണ്ടാകുമ്പോൾ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് രാജി എന്നുകൂടിയാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ പറയുന്നത്. തന്നെയാണ്.